Hi friends, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു റൈസ് ഐറ്റമാണ് മെക്സിക്കൻ റൈസ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു റൈസാണിത്, എന്നാലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് അത് എന്തൊക്കെ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ക്യാപ്സിക്കം ചതുരത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയില, ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ചൂടായി വരണം. ഞാനിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞത് അതൊന്ന് പതിയെ ഒന്ന് വാടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി പതിയൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സവാള ഒരുവിധം നല്ലതുപോലെ വാടി വരണം, എന്നാൽ ബ്രൗൺ ആവുകയും ചെയ്യരുത്. നമുക്ക് അതിനകത്തേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് 2 മീഡിയം സൈസ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പതിയെ ഒന്ന് വെന്ത് വരണം. ഒരുപാട് വെന്ത് പോവുകയല്ല, പതിയെ ഒന്ന് വാടിയാൽ മതി. പതിയൊന്ന് വാടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ചെയ്യണം. നമ്മളതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചില്ലി ഫ്ലേക്സിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്നുകൂടി നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്.
ഇനി നമുക്കതിലേക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ഒന്ന് കെച്ചപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നങ്ങ് റെഡിയായി വരുന്നവരെ ഇളക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യാൻ നമ്മൾ അതിനുള്ള മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം, നമ്മൾ ഇപ്പോൾ ഇട്ട വെജിറ്റബിൾസിനുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ചോറ് വേവിച്ചതാണ്, അപ്പോൾ ചോറിൽ ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. നമ്മളതിലേക്ക് അവസാനം ചോറിട്ട് കൊടുക്കുകയാണ്. ചോറ് വേവിച്ചത് നല്ലതുപോലെ വേവിച്ച ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ആദ്യം നമ്മൾ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ഉപ്പ്, അതിന് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ ചോറിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് ചോറിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അവസാനം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെക്സിക്കൻ റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, പിന്നെ വേവിച്ച ഗ്രീൻ പീസൊക്കെ ഇല്ലേ, ബോയിൽഡ് ഗ്രീൻ പീസൊക്കെ നമുക്ക് കിട്ടില്ലേ, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിരിക്കും. എനിക്കിപ്പോൾ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ മെക്സിക്കൻ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. അല്പം സ്പൈസി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ്. നമ്മളെപ്പോഴും സാധാരണ ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കും, അപ്പോൾ നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.